നമസ്കാരം. BJP സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ നടക്കുമ്പോൾ പാലക്കാട് മുനിസിപ്പൽ യോഗത്തിൽ LDF കൗൺസിലർമാരും BJP കൗൺസിലർമാരും തമ്മിൽ കയ്യാങ്കളിയിലെത്തിയിരിക്കുന്നു. കെ സുരേന്ദ്രനെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വം വാളൂങ്ങി നിൽക്കുന്ന അവസരത്തിൽ കഴിഞ്ഞ ദിവസം കെ ശിവരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന പ്രമീള ശശിധരൻ വരെ പത്രസമ്മേളനം നടത്തി. BJP കൗൺസിലർമാരും BJPയിലെ വോട്ട് ചോർച്ചയെക്കുറിച്ചുമൊക്കെ അവർ സംസാരിച്ചിരുന്നു. ഇത്തരത്തിൽ സംസാരിച്ച അവർ ഇനി സംസാരിക്കരുത്, പരസ്യ പ്രസ്താവനയിലേക്ക് പോകരുത് എന്ന് BJP നേതൃത്വം, സംസ്ഥാന നേതൃത്വം അവർക്ക് താക്കീത് നൽകി. അതെല്ലാം കഴിഞ്ഞ ശേഷം ഇന്ന് മുനിസിപ്പൽ യോഗത്തിൽ BJP LDF കൗൺസിലർമാർ തമ്മിൽ ഇതാ കയ്യാങ്കളിയിലെത്തിയിരിക്കുന്നു. എന്താണ് കയ്യാങ്കളിക്ക് വിഷയം എന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗ് അംഗത്തിന് സംസാരിക്കാനുണ്ടായിരുന്ന അവസരത്തിൽ അത് പ്രമീള ശശിധരൻ എന്ന മുനിസിപ്പൽ ചെയർമാൻ കോൺഗ്രസിന് സംസാരിക്കാൻ അവസരം നൽകി. അതിനെ ചോദ്യം ചെയ്തു. നിങ്ങളെന്താ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നു. ഇത്തരത്തിൽ BJPയുടെ വോട്ട് ചോർച്ച CPM ആരാ ചോദിക്കാനുള്ളത് എന്ന് തിരിച്ച് BJPക്കാർ ചോദിക്കുന്നു. ഏതായാലും കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്ന രീതിയിലേക്ക് ചർച്ച പോകുന്നു. BJPക്ക് തങ്ങളുടെ വോട്ട് ചോർച്ചയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്വന്തം കുറ്റബോധം മറ്റുള്ളവരോട് പ്രകടമാക്കുകയാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഏതായാലും പരസ്യ പ്രസ്താവന ഇനി പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തങ്ങൾക്കുണ്ടായ തെറ്റ് മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് BJP കൗൺസിലർമാർക്ക് ഇല്ലാതായതാണോ LDF കൗൺസിലർമാർക്ക് നേരെ തിരിഞ്ഞത് എന്നുള്ളത് ഇവിടെ ചോദ്യമാകുന്നുണ്ട്. ഏതായാലും നാം ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂട്ടി വായിക്കുന്നു. ഒന്ന്, ഇവിടെ ഒരു കൊച്ചിയിൽ ഒരു സംസ്ഥാന നേതൃയോഗം നടന്ന് സംസ്ഥാന നേതൃത്വത്തിനെതിരെ പാലക്കാട് വോട്ട് ചോർച്ചയെക്കുറിച്ച് അതിഭീകരമായ ചർച്ച നടക്കുമ്പോൾ 18 BJP കൗൺസിലർമാർ BJPയുടെ സ്ഥാനാർത്ഥിക്കെതിരെ കൃഷ്ണകുമാറിനെതിരെ പ്രവർത്തിച്ചു എന്നും കൃഷ്ണകുമാറിനെ എന്തിന് സ്ഥാനാർത്ഥിയാക്കി എന്ന രീതിയിലുള്ള പ്രവർത്തനവുമായിരുന്നു എന്നുള്ള വിഷയവും കൂടി ഇന്ന് മുനിസിപ്പൽ യോഗത്തിൽ LDF BJP കൗൺസിലർമാർ തമ്മിൽ ഒരു കയ്യാങ്കളിയിൽ എത്തിയിട്ടുണ്ട്. BJP കൗൺസിലർമാർക്ക് LDF കൗൺസിലർമാർ ഉയർത്തിയ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റാത്ത ഒരു അവസ്ഥ എത്തിയതിൻ്റെ പരിണിത ഫലമാണ് ഈ കയ്യാങ്കളിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ യോഗത്തിൽ ഇരിക്കുന്നവർ ഈ വാർത്ത അറിഞ്ഞു കാണും. പാലക്കാട് ഉണ്ടായിരിക്കുന്ന കയ്യാങ്കളി, ശിവരാജൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഏതായാലും ഈ പ്രശ്നം ഇവിടം കൊണ്ടൊന്നും തീരില്ല. മുരളീധരനെ മാറ്റിയിരുന്നാലും BJPയിലെ ആഭ്യന്തര പ്രശ്നം അതിഭീകരമായി തന്നെ ഇനിയും ആളിക്കത്തും. സേവ് BJP ഫോറം എന്ന പേരിൽ സുരേന്ദ്രനെതിരെയും മുരളീധരനെതിരെയും രഘുനാഥിനെതിരെയും പോസ്റ്ററുകൾ വരെ കോഴിക്കോട് പ്രത്യക്ഷപ്പെട്ടതായി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരം വരെ നോക്കാം എന്തായിരിക്കും നേതൃയോഗത്തിലെ തീരുമാനം. നേതൃയോഗം സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ 10 മണിക്ക് മീറ്റിംഗ് വെച്ച് 11 മണിക്ക് വന്ന് ഊണ് കഴിച്ച് അടുത്ത് പറയേണ്ട ആരെങ്കിലും കേന്ദ്രത്തിൽ പറഞ്ഞതിൻ്റെ ഒരു കോപ്പി പേസ്റ്റ് കൊണ്ടിട്ട് പറഞ്ഞിട്ട് പോവുകയാണോ എന്നൊക്കെ ഉള്ളത് ആണോ നടക്കുന്നത് എന്ന്, ഇതൊക്കെയാണോ ഇന്ന് നടന്നത് അല്ലെങ്കിൽ ഇനി നടന്നു കഴിഞ്ഞത് എന്ന് നമുക്ക് കുറച്ചുകൂടെ കഴിയുന്നത് വരെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.